വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ആരാണ് ജയിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഞെക്കിക്കൊല്ലാൻ കഴിയില്ല എന്ന് വന്നതോടെ നക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രിയങ്കയുടെ എതിരാളികൾ. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് ആരാധനാലയവും മതചിഹ്നങ്ങളും പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് കാട്ടിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് LDF പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രിയങ്ക ഗാന്ധിക്കെതിരെയുള്ള പരാതി സ്വീകരിച്ചു എന്നാണ് അറിയുന്നത്. വൈദികരുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചുവെന്നും ആരാധനാലയത്തിനുള്ളിൽ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചു എന്നും അങ്ങനെ വോട്ടിനായി മതചിഹ്നം ദുരുപയോഗം ചെയ്തു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി എന്ന ഇന്ത്യാപക്ഷത്തിലെ നേതാവിനെതിരെ തന്നെ LDF പരാതി നൽകിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 10-ാം തീയതിയാണ് പ്രിയങ്ക ഗാന്ധി പള്ളിക്കുന്ന് ദേവാലയത്തിലെത്തി വോട്ട് തേടിയത്. ഇതിനെയാണ് LDF വലിയ വിഷയമാക്കി പ്രിയങ്ക ഗാന്ധിയെ അയോഗ്യയാക്കാൻ പാകത്തിലേക്കുള്ള ഒരു പരാതി തയ്യാറാക്കി കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒട്ടനവധി ഉത്സവങ്ങളും അതുപോലെ ആരാധനാലയങ്ങളിലെ പരിപാടികളും നടക്കാറുണ്ട്. അവിടത്തേക്കൊക്കെ സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കാനായി പോകാറുമുണ്ട്. സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എന്ത് പരിപാടിയായാലും ജനങ്ങൾ കൂടുന്നയിടത്തേക്ക് പോകുന്നത് പതിവാണ്. പക്ഷേ ഈ ഒരു ആരാധനാലയത്തിൻ്റെ പേരും പറഞ്ഞ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ പരാതി കൊടുത്തവരുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി 5 ലക്ഷത്തോളം വോട്ടുകൾക്ക് വിജയിക്കുമെന്ന് എല്ലാവരും ഒരു സംശയവുമില്ലാതെ പറയുന്ന ഒരവസ്ഥയിൽ അവരെ തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അയോഗ്യയാക്കി മാറ്റാം എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഇത് BJPയിൽ നിന്നുമല്ല, ഇതുണ്ടായിരിക്കുന്നത് ഇന്ത്യ ഘടകകക്ഷിയായ CPMൻ്റെയും CPIയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് എന്ന് പറയുമ്പോഴാണ് പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാൻ ഒരു പക്ഷേ BJPയേക്കാളും താല്പര്യം ഇടതുപക്ഷത്തിനാണ് എന്നുള്ളത് വ്യക്തമാകുന്നത്. ജനാധിപത്യ പോരാട്ടമാകുമ്പോൾ ഏതൊരു തെരഞ്ഞെടുപ്പായാലും മത്സരം വലിയ രീതിയിൽ കടുക്കുക തന്നെ ചെയ്യും. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുന്നതിന് പകരം ഇതിനെ മറ്റു നിലയിലേക്ക് വലിച്ചിഴക്കുന്നത് പതിവാക്കി വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തൃപ്പൂണിത്തറ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലുള്ള ഒരു പരാതിയാണ് അന്ന് 1000-ൽ താഴെ വോട്ടുകൾക്ക് തോറ്റ M സ്വരാജ് നൽകിയിരിക്കുന്നതും അത് കോടതിയിൽ ഉള്ളതും. അതേ തരത്തിൽ ഒരാവശ്യവുമില്ലാതെ വയനാട്ടിലെ ഈ അവസാന നിമിഷത്തിൽ ഒരു ദേവാലയത്തിൻ്റെ പേരും പറഞ്ഞ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാറ്റുകുറക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി എന്ന പുതിയ താരോദയം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തുന്നത് ഏതു വിധേനയും തടയാം എന്ന ഒറ്റ ലക്ഷ്യമാണ് ഇവിടെ ഇടതുമുന്നണി സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടുകളെല്ലാം പെട്ടിയിലായി. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഉറപ്പിക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പറയാനുള്ളത് അവരുടെ മതചിഹ്നങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളുമാണ്. ഇത് എത്രത്തോളം വിലപ്പോവും എന്നുള്ളത് കണ്ടറിയണം. എല്ലാ കണ്ണുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗങ്ങളിലേക്ക് ഉറ്റുനോക്കുകയാണ്.